ലോക പ്രണയ ദിനത്തിൽ ഗാർഹികാതിക്രമത്തിനിരയായവർ മാനവീയം വീഥിയിൽ ഒരുമിച്ചുകൂടി. ഗാർഹികാതിക്രമ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി IG അജിത ബീഗം ഉദ്ഘാടനം ചെയ്തു. അറിയുമോ നിങ്ങൾ എന്നെ മകളായി, ഭാര്യയായി, പെങ്ങളായി, അമ്മയായി, ജന്മങ്ങൾ തള്ളുമെന്നെ. നോവിൽ നിന്ന് പിടഞ്ഞെണീറ്റവർ ഒന്നിച്ചിങ്ങനെ പാടി. മകളായി, ഭാര്യയായി, പെങ്ങളായി, അമ്മയായി, ജന്മങ്ങൾ താണ്ടിയ സ്ത്രീ ജീവിതങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയാമോ എന്ന്. അറിഞ്ഞതോ അറിയാത്തതോ ആയ കാരണങ്ങളാൽ ഏതൊക്കെയോ വീടിന്റെ അകത്തളങ്ങളിൽ ഞെരുങ്ങിപ്പോയ സ്ത്രീ ജീവിതങ്ങൾ. ചിലർ സ്വയം പ്രതിവിധി കണ്ടെത്തിയപ്പോൾ ചിലർ സമൂഹത്തിന് നേരെ ചോദ്യശരങ്ങളെയ്തു, പ്രതിരോധിച്ചു, പോരാടി. ഗാർഹിക പീഡന കേസുകളിൽ ഇരയായവർക്കൊപ്പം എന്നും കേരള പോലീസ് ഉണ്ടാകുമെന്ന് IG അജിത ബീഗം പറഞ്ഞു. കുറേയധികം സ്ത്രീകൾ എന്തൊരു പീഡനം അനുഭവിച്ചാലും പുറത്തേ പറയാറില്ല. കേരളത്തെ സംബന്ധിച്ചോളം ക്ലോസ് ടു 5000 ഗാർഹികപ്പെടുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഓരോ വർഷവും, ക്ലോസ് ടു 5000 കേസസ്. അപ്പോൾ ഇത്ര മാത്രമാണോ ഗാർഹികപ്പെടുന്നെന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ ഇല്ല, ഇതിനും അപ്പുറം ഉണ്ടാവും. ഇറ്റ്സ് ഓൺലി എ ടിപ്പ് ഓഫ് എൻ ഐസ്ബർഗ്. ആടാനും പാടാനും ഒത്തുചേർന്ന അതിജീവിതമാർ ഉള്ളിലെ പ്രതിഷേധത്തി ജ്വാലാമരത്തിലേക്ക് പടർത്തി. സ്ത്രീധനത്തിനെതിരായി മുരുകൻ കാട്ടാക്കട എഴുതിയ കനൽപൊട്ടി എന്ന കവിതയുടെ നൃത്താവിഷ്കാരവും പരിപാടിയിൽ അരങ്ങേറി. ഗാർഹികാതിക്രമ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ സിസ്റ്റർ ആനിറ്റ്, ദിയാസന എന്നിവർ പങ്കെടുത്തു. മീഡിയ 1 തിരുവനന്തപുരം.